ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി നാളെ അറിയാം. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ ഫലവും നാളെ. ജാമ്യകാലാവധി പൂർത്തിയാക്കി തിഹാർ ജയിലിൽ മടങ്ങിയെത്തിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ ഇന്ന് സ്കൂളുകൾ തുറക്കും. 40 ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിലേക്ക്. കാലവർഷം കേരളം മുഴുവൻ വ്യാപിച്ചു. കണ്ണൂരിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങളായ അമിത് പങ്കലും ജാസ്മിൻ ലംബോറിയയും പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയിലേക്ക് 7ാം ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭകളുടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. വോട്ടെണ്ണൽ ട്രെൻഡും ഫലസൂചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ results.ec.gov.in എന്ന വെബ്സൈറ്റിലൂടെയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലൂടെയും അറിയാം. റിട്ടേണിംഗ് ഓഫീസർമാർക്കും കൌണ്ടിംഗ് ഏജന്റുമാർക്കുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിന് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര നിരീക്ഷകരുടെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണലിന് ശേഷം 15 ദിവസം വരെ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും സുരക്ഷാ സേനയുടെ സേവനമുണ്ടാകും. കേരളത്തിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 20 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വോട്ടെണ്ണൽ വേളയിലും ഫലപ്രഖ്യാപന വേളയിലും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് ബിജെപി പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, മുതിർന്ന നേതാവ് ഓം പഥക് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ തിരിച്ചറിഞ്ഞ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വോട്ടെണ്ണലിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 150 ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ചെന്ന പ്രസ്താവനയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് വിശദീകരണം തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തരം പ്രസ്താവന പൊതുസമൂഹത്തിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നും വസ്തുതാപരമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കൈമാറാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണ തുടർച്ച. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയിച്ചാണ് ബിജെപി അധികാര തുടർച്ച ഉറപ്പാക്കിയത്. 10 സീറ്റിൽ ബിജെപി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സിക്കിമിൽ 32 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റിലും ജയിച്ചാണ് ഭരണം നിലനിർത്തുന്നത്. അരുണാചലിൽ ബിജെപിയെ വീണ്ടും അധികാരത്തിലെത്തിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. മികച്ച വിജയം നേടിയ സിക്കിം ക്രാന്തികാരി മോർച്ചയെയും മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള സ്ഥിതിഗതികളും രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം വിലയിരുത്തി. സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യം ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. പശ്ചിമബംഗാളിൽ ബരാസത്, മധുരാപൂർ പാർലമെന്റ് മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള 2 ബൂത്തുകളിൽ നാളെ റീപോളിംഗ്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ തുടരും. ജൂൺ 1-നാണ് ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് നടന്നത്. മദ്യനയ കേസിലെ ഇടക്കാല ജാമ്യം അവസാനിച്ചതിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങി. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷം വൈകുന്നേരം 5 മണിയോടെയാണ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങിയത്. വീഡിയോ കോൺഫറൻസ് വഴി റൌസ് അവന്യൂ കോടതിയിലെ മജിസ്ട്രേറ്റ് സഞ്ജീവ് അഗർവാളിന് മുന്നിൽ ഹാജരാക്കിയ അരവിന്ദ് കെജ്രിവാളിനെ മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇടക്കാല ജാമ്യത്തിൽ റൌസ് അവന്യൂ കോടതി മറ്റന്നാൾ വിധി പറയും. അതിരൂക്ഷമായ ജലക്ഷാമം പരിഗണിച്ച് ഹരിയാനയും ഉത്തർപ്രദേശും 1 മാസത്തേക്കെങ്കിലും അധിക വെള്ളം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി. മൺസൂൺ എത്തുന്നതുവരെ ഡൽഹിക്ക് അധിക ജലം ലഭിക്കുമെങ്കിൽ അത് വലിയ രീതിയിൽ ജലക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കയച്ച കത്തിൽ ഡൽഹി ജലമന്ത്രി അതിഷി അഭ്യർത്ഥിച്ചു. സേനയുടെ യുവത്വം നിലനിർത്തുന്നതിനുള്ള സുപ്രധാന പരിഷ്കാരമാണ് അഗ്നിപഥ് പദ്ധതിയെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന സ്ഥാപനമായ INS ചിൽക്കയിൽ അഗ്നിവീരന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിലെത്തും.
പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ നിർവഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. പ്രീ പ്രൈമറി തലത്തിൽ 1,34,000-ലധികം വിദ്യാർത്ഥികൾ എത്തുമെന്ന് കരുതുന്നു. പ്രൈമറിയിൽ 11,59,000 പേരുണ്ട്. ഹൈസ്കൂളിൽ 13 ലക്ഷത്തോളം പേരും ഹയർ സെക്കൻഡറി 2ാം വർഷത്തിൽ 4 ലക്ഷത്തോളവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷത്തിൽ 28,000-ലേറെ കുട്ടികളും ഉണ്ടാകും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും മറ്റ് യാത്രക്കാരുടെയും തിരക്കിനനുസരിച്ചുള്ള യാത്രാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കെഎസ്ആർടിസി. അവധിക്കാലത്ത് നിർത്തിവച്ചിരുന്ന വിദ്യാർത്ഥി ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം കാസർഗോഡ് ഉൾപ്പെടെ സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതയുള്ളത്. വ്യാഴം വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇടിമിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരത്തിലുള്ളവർ മീൻ പിടിക്കാൻ പോകരുത്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഇന്ന് അവധിയാണ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 14 പേർക്ക് ജീവൻ നഷ്ടമായി. 13 ജില്ലകളിലെ 564 ഗ്രാമങ്ങളിൽ നിന്നുള്ള 5 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു. വടക്ക് പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ ഇന്ത്യകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയും. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഒമാനും നമീബിയയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ നമീബിയ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് 2ാം മത്സരത്തിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പപ്പുവ ന്യൂഗിനിക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 5 വിക്കറ്റിന് വിജയിച്ചു. നോർവേ ചെസ്സിൽ 5ാം റൌണ്ടിൽ യുഎസിന്റെ ഫാബിയാനോ കരുവാനയെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചു. നിലവിൽ 3ാം സ്ഥാനത്താണ് പ്രജ്ഞാനന്ദ. വനിതകളുടെ മത്സരത്തിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി ആർ വൈശാലി 1ാം സ്ഥാനത്ത് തുടരുന്നു. പാരീസിലെ സ്ലേറ്റ് റോളണ്ട് ഗാരോസിൽ നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും 3ാം റൌണ്ടിൽ പ്രവേശിച്ചു. ശ്രീറാം ബാലാജി മിഗോൾ ഏഞ്ചൽ സഖ്യമാണ് എതിരാളികൾ. ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങളായ അമിത് പംഗലും ജാസ്മിൻ ലെംബോറിയയും പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. ബാങ്കോക്കിൽ നടന്ന 51 കിലോ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ ചുവാങ് ലിയുവിനെ കീഴടക്കിയാണ് അമിത് പംഗൽ ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കിയത്. അതേസമയം വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ മാലിയുടെ മറൈൻ കമാറയെ പരാജയപ്പെടുത്തിയാണ് ജാസ്മിന്റെ മുന്നേറ്റം. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ പുരുഷന്മാരുടെ 800 മീറ്ററിൽ ഇന്ത്യയുടെ അങ്കേഷ് ചൌധരിക്ക് സ്വർണം. ഇന്ത്യയുടെ സോംനാഥ് ചൌഹാൻ വെള്ളി നേടി. നേരത്തെ വനിതകളുടെ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ നയന ജെയിംസ് സ്വർണം നേടിയിരുന്നു. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമായി ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തും. സൌദി അറേബ്യൻ എയർലൈൻസിൽ 361 സ്ത്രീ തീർത്ഥാടകരാണ് യാത്ര പുറപ്പെടുക. അതിനിടെ 2ാമത്തെ ഹജ്ജ് വിമാനം രാവിലെ കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കിഴക്കൻ നാവികസേനയുടെ മുൻനിര കപ്പലായ INS മൈസൂർ രജത ജൂബിലി ആഘോഷിച്ചു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച INS മൈസൂർ നിരവധി പ്രധാന ദൌത്യങ്ങളിൽ പങ്കെടുത്ത് അംഗീകാരങ്ങളും ബഹുമതികളും നേടിയിട്ടുണ്ട്. അമൂൽ പാൽ ലിറ്ററിന് 2 രൂപ വർദ്ധിച്ചു. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വില വർധനയെന്ന് ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അറിയിച്ചു. മലപ്പുറത്ത് ചേലക്കടവ് പാടത്ത് കുളിക്കാനിറങ്ങിയ 16 വയസ്സുകാരൻ മുങ്ങിമരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ചേലക്കടവ് പാടത്ത് കായലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ റിസാലിനെ കാണാതാവുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി നാളെ അറിയാം. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ ഫലവും നാളെ. ജാമ്യ കാലാവധി പൂർത്തിയാക്കി തിഹാർ ജയിലിൽ മടങ്ങിയെത്തിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ ഇന്ന് സ്കൂളുകൾ തുറക്കും. 40 ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിലേക്ക്. കാലവർഷം കേരളം മുഴുവൻ വ്യാപിച്ചു. കണ്ണൂരിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങളായ അമിത് പംഗലും ജാസ്മിൻ ലെംബോറിയയും പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.